നമസ്കാരം. ഇന്നത്തെ എല്ലാ വാർത്തകളും ഇതുവരെയുള്ള എല്ലാ വാർത്തകളും സമഗ്രമായി നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് തിരിച്ചടി. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി തിരുവനന്തപുരം സെഷൻസ് കോടതി. അറസ്റ്റിന് തടസ്സമില്ല. ഹൈക്കോടതിയെ സമീപിക്കാൻ രാഹുലിന്റെ നീക്കം. സാമൂഹിക മാധ്യമത്തിൽ സത്യമേവ ജയതേ എന്ന പോസ്റ്റ് പങ്കുവച്ച് പരാതിക്കാരി. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. AICCയുടെ അനുമതിയോടുകൂടി. നേരത്തെ അതിന് അനുമതി തേടിയിരുന്നു, അനുമതി ലഭിച്ചു. അനുമതിയോടുകൂടി ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നു. രാഹുലിനെ കൈവിട്ട് കോൺഗ്രസ്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കി നടപടി. AICC അനുമതിയോടെ MLA സ്ഥാനം രാജിവെക്കുന്നതാണ് നല്ലതെന്ന് നേതാക്കൾ. കോൺഗ്രസിന്റേത് ഗംഭീര തീരുമാനമെന്നും സമാന പരാതികളിൽ CPM-ന് നടപടിക്ക് ധൈര്യമുണ്ടോ എന്നും VD സതീശൻ. നടപടിയിൽ പാർട്ടിക്കൊപ്പമെന്നും രാഹുലിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെയാണ് പിന്തുണച്ചതെന്നും ഷാഫി പറമ്പിൽ. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ CPM-ന്റെ ആഹ്ലാദ പ്രകടനം. കോൺഗ്രസ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണെന്ന് K. സുരേന്ദ്രൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിനെതിരെ കുരുക്കുമുറുകുന്നു. ദ്വാരപാലക ശില്പപാളി കടത്തിയ കേസിലും SIT പ്രതി ചേർത്തു. അറസ്റ്റ് രേഖപ്പെടുത്തി. സ്വർണ്ണപ്പാളി കേസിൽ റിമാൻഡ് കാലാവധി 14 ദിവസത്തേക്ക് കൂടി നീട്ടി. 6ാം പ്രതി S. ശ്രീകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനായി കൂടുതൽ ജീവനക്കാരെ നിയോഗിക്കാൻ സംസ്ഥാനങ്ങൾക്ക് സുപ്രീം കോടതി നിർദ്ദേശം. SIR നടപടികൾ പൂർത്തിയാക്കാൻ സംസ്ഥാന സർക്കാരിന് കൂടി ഉത്തരവാദിത്തമുണ്ടെന്നും കോടതി. നടപടി തമിഴ്നാട്ടിലെ SIR നടപടികൾക്കെതിരെ വിജയുടെ പാർട്ടി TVK നൽകിയ ഹർജിയിൽ. ഇൻഡിഗോയിൽ പ്രതിസന്ധി തുടരുന്നു. ഇന്ന് റദ്ദാക്കിയത് 250-ലധികം വിമാനങ്ങൾ. ആയിരക്കണക്കിന് യാത്രക്കാർ ദുരിതത്തിൽ. കനത്ത പ്രതിഷേധം. രാജ്യത്താകെ വിമാനങ്ങളുടെ സർവീസ് തടസ്സപ്പെട്ടതിൽ അന്വേഷണത്തിനൊരുങ്ങി ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. സയ്യിദ് മുഷ്താഖ് അലി T20 ടൂർണമെന്റിൽ മുംബൈയെ 15 റൺസിന് അട്ടിമറിച്ച് കേരളം. വിജയത്തിലേക്ക് വഴിതെളിച്ചത് 5 വിക്കറ്റുകൾ വീഴ്ത്തിയ KM ആസിഫ്. വിശദമായി നോക്കാം. ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൈവിട്ട് കോൺഗ്രസ്. പാർട്ടിയിൽ നിന്ന് രാഹുലിനെ പുറത്താക്കി. AICC അനുമതിയോടെയാണ് നടപടി. MLA സ്ഥാനം രാജിവെക്കുന്നതാണ് നല്ലതെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചു. തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. അറസ്റ്റ് തടയണമെന്ന ആവശ്യവും കോടതി തള്ളി. വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുന്നു. അൺഫിലിറ്റ്, കഴിഞ്ഞ 8 ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ്. ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയപ്പോൾ ഇനി ഈ അന്വേഷണ സംഘത്തിന്റെ നീക്കം, അതോടൊപ്പം തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നീക്കമൊക്കെ പ്രസക്തമാണല്ലോ. പ്രത്യേകിച്ച് അന്വേഷണ സംഘം രാഹുലിനെ സ്പോട്ട് ചെയ്തിരുന്നു പല ദിവസങ്ങളിലായി. പക്ഷേ ഈ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിലും രാഹുൽ കീഴടങ്ങുമോ അല്ലെങ്കിൽ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. അമ്പിളി, കൃത്യം 2:25 ആയപ്പോഴാണ് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്ന് ആ ഏറ്റവും നിർണായകമായ ഒരു വിധി ഉണ്ടാകുന്നത്. ആ വിധി ഉണ്ടായി തൊട്ട് പിന്നാലെ പാർട്ടി നേതൃത്വം രാഹുലിനെ പുറത്താക്കുന്നു. പക്ഷേ ഈ 2:25 വിധി ഉണ്ടായി ഒരു 3:15 രാഹുൽ മാങ്കൂട്ടത്തിനെ ഫോൺ സ്വിച്ച് ഓൺ ചെയ്ത നിലയിലാണ്. അതായത് ഈ 8 ദിവസമായി സ്വിച്ച് ഓഫ് ചെയ്ത മൊബൈലാണ്. ഈ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തുകൊണ്ട് തന്നെ കൃത്യമായി അന്വേഷണ സംഘത്തിന് രാഹുലിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് എന്ന് കണ്ടുപിടിക്കുന്നതിന് സാങ്കേതികമായി ഏറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് അങ്ങനെ ഏറെ ബുദ്ധിമുട്ടായി രാഹുലിന് വേണ്ടി സംസ്ഥാനത്തും അകത്തും പുറത്തുമൊക്കെ വലവീശി വലിയ രീതിയിൽ തന്നെ വിപുലമായ തെരച്ചിലൊക്കെ ഊർജിതമായ രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ വിധി വന്ന് അരമണിക്കൂറിനകം രാഹുലിൻ്റെ ആ ഫോൺ സ്വിച്ച് ഓൺ ചെയ്ത നിലയിൽ. സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായ ലൊക്കേഷൻ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിയും. നമ്മൾ ഇതുവരെയും അന്വേഷണ സംഘത്തിന് ഒരു നിഗമനം എന്ന് പറയുന്നത് പാലക്കാട് ബോർഡറിൽ, കർണാടക ബോർഡറിൽ എവിടെയോ രാഹുൽ മാങ്കൂട്ടത്തിൽ സുരക്ഷിതമായ ഒരു താവളത്തിൽ ഇപ്പോഴും ഉണ്ട് എന്നാണ്. രാഹുലിനെ ട്രേസ് ചെയ്ത് രാഹുലിൻ്റെ ഡ്രൈവറിനെയും രാഹുലിൻ്റെ സ്റ്റാഫിനെയും കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു പോലീസ്. ചോദ്യം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതിൽ നിന്ന് തന്നെ രാഹുൽ ഇപ്പോൾ എവിടെയുണ്ട് എന്ന് കണ്ടെത്താനാകുമെന്ന് കരുതുന്നു. പക്ഷേ അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ ഫോൺ സ്വിച്ച് ഓൺ ചെയ്ത നിലയിലെങ്കിൽ ഇപ്പോൾ ഇത്രയും മണിക്കൂറുകൾ പിന്നിട്ടിട്ടുള്ള സാഹചര്യത്തിൽ ഇപ്പോഴും സ്വിച്ച് ഓൺ ചെയ്ത നിലയിലായതുകൊണ്ട് അന്വേഷണ സംഘത്തിന് അതിവേഗത്തിൽ വളരെ സുഗമമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ ട്രേസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഒരു
സംശയം ഇത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കൈവശം തന്നെയാണോ അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് ഈ ഫോൺ സ്വിച്ച് ഓൺ ചെയ്ത നിലയിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലാതെ മറ്റാരെങ്കിലുമാണോ ആ ഫോൺ ഉപയോഗിച്ചത് എന്നൊരു ചോദ്യം. അതല്ല എങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ മണിക്കൂറുകൾക്കുള്ളിൽ എവിടെയെങ്കിലും പോലീസ് അന്വേഷണ SIT അന്വേഷണ സംഘം രഹസ്യമായി കണ്ടെത്തിയിട്ടുണ്ടോ? ആ വിവരം പുറത്തുവിടാത്തതാണോ? അങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. അതേസമയം രാഹുലിനെ സംബന്ധിച്ച് സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം തള്ളിയിരിക്കുകയാണ്. അറസ്റ്റ് തടയണമെന്ന വാദവും തള്ളിയിരിക്കുകയാണ്. അപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും അന്വേഷണ സംഘം പിന്തുടർന്ന് രാഹുലിനെ അറസ്റ്റ് ചെയ്യാം. അതിന് യാതൊരു വിധമായ തടസ്സവുമില്ല. നിയമത്തിൻ്റെ യാതൊരു പരിരക്ഷയും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഇല്ല. രാഹുൽ സ്വാഭാവികമായും മേൽക്കോടതിയെ സമീപിക്കും. അതുകൊണ്ട് തന്നെ ഈ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് രാഹുൽ ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകരെയൊക്കെ സമീപിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉറപ്പായും ഒരു ഹൈക്കോടതിയിൽ ജാമ്യ ഹർജി മൂവ് ചെയ്യാനുള്ള അതിവേഗത്തിൽ തന്നെ മൂവ് ചെയ്യാനുള്ള ഒരു നീക്കം ആരംഭിക്കുന്നു. ഒളിഞ്ഞിരുന്നു കൊണ്ട് തന്നെ രാഹുൽ നിയമ പോരാട്ടം അതിശക്തമായി തുടരുന്നതെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഫോൺ സ്വിച്ച് ഓൺ ചെയ്ത നിലയിലെങ്കിൽ ഒരിക്കലും രാഹുലിൻ്റെ കൈവശം ഫോൺ സ്വിച്ച് ഓൺ ചെയ്ത് ഒരു മേൽക്കോടതിയിൽ ജാമ്യ ഹർജിയും മൂവ് ചെയ്ത്, അതായത് മേൽക്കോടതിയിൽ അപ്പീലിന് നീക്കം നടത്തുകയും കൈവശമുള്ള ഫോൺ സ്വിച്ച് ഓൺ ചെയ്ത് അന്വേഷണ സംഘത്തിന് പിടികൊടുക്കുന്ന രീതിയിലുള്ള ഒരു അത്തരത്തിലൊരു തെറ്റോ അല്ലെങ്കിൽ ഒരു മണ്ടത്തരമോ ഒരിക്കലും രാഹുലിനെ പോലെ തന്ത്രശാലിയായ ഒരു വ്യക്തി ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിൻ്റെ നിഗമനം ഈ ഫോൺ സ്വിച്ച് ഓൺ ചെയ്തത് ഒരുപക്ഷെ രാഹുലിൻ്റെ കൈവശമായിരിക്കില്ല, അത് മറ്റാരെങ്കിലും ഉപയോഗിക്കുന്നതാകാം എന്നൊരു നിഗമനത്തിലാണ്. എന്തായാലും ഈ സ്റ്റാഫിനെയും ഈ ഡ്രൈവറിനെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നൊരു സാഹചര്യത്തിൽ അതിവേഗത്തിൽ തന്നെ, കാരണം ഇനിയൊരു നിയമ തടസ്സം പോലുമില്ല, അറസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ കാരണം ഇത്രയും നാളും രാഹുൽ പറഞ്ഞിരുന്നത് താൻ ഒളിവിലല്ല, കാരണം താൻ എപ്പോൾ വേണമെങ്കിലും അത്തരത്തിലൊരു അറസ്റ്റ് വാറണ്ടോ ഒന്നും തന്നെ ഇല്ല എന്ന രീതിയിലുള്ള ഒരു മെസ്സേജാണ് രാഹുലിൻ്റെ അനുയായികളൊക്കെ നൽകിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ആ രീതിയിലുള്ള ഒരു പരിരക്ഷയും രാഹുലിനില്ല, എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാവുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ എത്രയും വേഗത്തിൽ രാഹുലിനെ കണ്ടെത്തുമെന്ന് തന്നെയാണ് കരുതുന്നത്. വരും മണിക്കൂറുകളിൽ തന്നെ അത്തരത്തിലുള്ള വാർത്തയും പ്രതീക്ഷിക്കുകയാണ്. അതേസമയം മറുഭാഗത്ത് രാഹുൽ മാങ്കൂട്ടത്തിലാകട്ടെ നിയമ നടപടികളുമായി മേൽക്കോടതിയെ സമീപിക്കാനുള്ള നീക്കവും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സൂചിപ്പിച്ച പോലെ തന്നെ അന്വേഷണ സംഘം രാഹുലിനെ അറസ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ രാഹുൽ കീഴടങ്ങുമോ എന്നുള്ളത് തന്നെയാണ് ഇനി ഉറ്റുനോക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ജാമ്യാപേക്ഷ തള്ളിയതിന് സെക്കൻഡുകൾക്കകമാണ് കോൺഗ്രസ് രാഹുലിനെ പുറത്താക്കിക്കൊണ്ടുള്ള ഒരു വാർത്താക്കുറിപ്പ് വരുന്നത്. മാതൃകാപരമായ നടപടി സ്വീകരിച്ചു എന്ന് പറയുമ്പോഴൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം രാഹുലിനെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെയും നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഏറ്റവും അവസാനമായി ഷാഫി പറമ്പിലടക്കം രാഹുലിനെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ ഈ ദിവസത്തിന് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആകുന്നത്. ആ ദിവസം തന്നെ എല്ലാ അർത്ഥത്തിലും പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് 2024 ഡിസംബർ, അതൊരു 11 മണിക്കാണെങ്കിൽ അതേപോലെ ഒരു വർഷം അതേ ഡിസംബർ, തൊട്ടടുത്ത വർഷം ഡിസംബർ 4 ഒരു 2/26 കൃത്യം 2025 ആകുമ്പോഴാണ് കോടതിയിൽ നിന്ന് ജാമ്യ ഹർജി തള്ളിക്കൊണ്ടുള്ള വിധി വരുന്നത്. തൊട്ട് പിന്നാലെ കൃത്യം 2/26 ഔദ്യോഗിക വാർത്താക്കുറിപ്പ് ഇറക്കുന്നത്. നേരത്തെ എഴുതി തയ്യാറാക്കി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഏത് നിമിഷമാണ് വിധി വരുന്നത് ആ നിമിഷം തന്നെ ഔദ്യോഗികമായി പ്ലാറ്റ്ഫോമിലൂടെ ഇത് പ്രഖ്യാപിക്കുക. അതേ രീതിയിൽ തന്നെ സംഭവിച്ചു. കാരണം അതേ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന് എത്രത്തോളം രാഹുൽ എന്ന വ്യക്തി ഒരു പൊതുപ്രവർത്തകനായിരിക്കുക, അതിനപ്പുറത്തേക്ക് ഒരു ജനപ്രതിനിധിയായിരിക്കാൻ യാതൊരുവിധ യോഗ്യതയുമില്ലാത്ത ഒരു വ്യക്തിയാണ് എന്നത് ഒരു പരാതിയല്ല, നിരവധി പരാതികൾ. സ്വന്തം പ്രസ്ഥാനത്തിലിരിക്കുന്ന വനിതാ നേതാക്കൾ അടക്കമാണ് തെളിവുകൾ ഉൾപ്പെടെ രംഗത്ത് വരുന്നു. പക്ഷേ അവരാരും നിയമപരമായി നേരിടാൻ തയ്യാറായില്ല. അതിൽ ഏറ്റവും ഒടുവിലാണ് ഷഹനാസിന്റെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമായത്. ഷഹനാസ് വെളിപ്പെടുത്തിയത് ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവർക്ക് താൻ രേഖാമൂലം പരാതി കൊടുത്തിരുന്നു. പക്ഷേ ഷാഫി അതിപ്പോൾ നിഷേധിച്ച് രംഗത്തെത്തിയിട്ടുണ്ടെങ്കിലും അത്തരത്തിലുള്ള പരാതികൾ ഒളിഞ്ഞും തെളിഞ്ഞും നിരവധി പരാതികളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വർഷക്കാലം MLA ആയി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലിരിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകനായി കൂടെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിലുള്ള സമാനമായ നിരവധി പരാതികൾ നേതാക്കൾക്കിടയിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ തന്നെയും വേണ്ട രീതിയിൽ അത് കൈകാര്യം ചെയ്തില്ല. കൃത്യമായൊരു സംരക്ഷണം രാഹുൽ മാങ്കൂട്ടത്തിന് നൽകിയിരുന്നു. അത് തന്നെയാണ് ആ കാലമാണ് ഇപ്പോൾ കൃത്യമായി കണക്ക് ചോദിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് എത്തിയിരിക്കുന്നത്. അതേ ദിവസത്തിൽ തന്നെ കൃത്യമായി രാഹുലിനെ പുറത്താക്കുക എന്നൊരു അനിവാര്യതയിലേക്ക് നേതൃത്വം എത്തുകയും ആ നടപടി അതേ രീതിയിൽ അതേ ദിവസം തന്നെ കൃത്യമായി സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നതാണ്. ഒരുപക്ഷെ അത് സംഭവിച്ചൊക്കെ ആ തീയതിയും ഡേറ്റുമൊക്കെ ഒരു യാദൃച്ഛികമായി സംഭവിച്ചതാണെങ്കിൽ കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീയതിയായി തലവര വരയ്ക്കുകയും അതേ രീതിയിൽ തന്നെ തലവര മാറുകയും ചെയ്തത് ഒരേ ദിവസമാണ് എന്ന് രാഹുൽ ഇനിയുള്ള കാലമൊക്കെ ഓർത്തു വെക്കാൻ പറ്റുന്ന ഒരു തീയതിയാണ്. അമ്പിളി ചോദിച്ചൊരു മറ്റൊരു ചോദ്യം ഈ ഏറ്റവും പ്രസക്തമാണ്. ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവരുടെ ഒരു പ്രതികരണമാണ് ഏറ്റവും ശ്രദ്ധേയം.
ശ്രദ്ധേയമാകുന്നത്. കാരണം ഇന്നലെ വരെയും ഷാഫി പറമ്പിലിൻ്റെ ഒരു നിലപാട് എന്തായിരുന്നു എന്ന് നമുക്കറിയാം. കാരണം ഈ ഒരു വിഷയത്തിൽ എല്ലാ ദിവസവും മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ആരായുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വളയുകയും ചെയ്യുന്നത് ഷാഫിയുടെ ഒരു പ്രതികരണത്തിൽ തന്നെയാണ്. കാരണം ഷാഫിയാണ് രാഹുലിനെ ഈ രീതിയിൽ ഇത്രയേറെ ഉന്നത സ്ഥാനങ്ങളിലൊക്കെ കൊണ്ടെത്തിക്കുന്നതിനൊക്കെ തന്നെയും ചുക്കാൻ പിടിക്കുകയും ഷാഫിയുടെ ഒരു കരങ്ങളിൽ തന്നെയായിരുന്നു ഭദ്രമായും സുരക്ഷിതമായും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നത് എന്ന ആക്ഷേപം ആ പാർട്ടിക്കുള്ളിൽ തന്നെ ശക്തമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും വളരെ കൃത്യമായി ഓരോ കേസുകളോ അല്ലെങ്കിൽ ഓരോ പ്രചാരണങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരുമ്പോൾ അത് യൂത്ത് കോൺഗ്രസിലെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച വ്യാജ ID കാർഡ് മുതൽ അങ്ങോട്ട് നീല ട്രോളി ബാഗ് ഉൾപ്പെടെയുള്ള വിവാദങ്ങളിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ അകപ്പെടുമ്പോഴൊക്കെ തന്നെ കൃത്യമായി പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് ഷാഫി പറമ്പിൽ തന്നെയാണ്. ആ ഷാഫി പറമ്പിൽ ഇന്നലെ വരെയും രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ എന്ത് നിലപാടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ച് എടുത്തിരുന്നത് ഒരു ഘട്ടത്തിൽ പോലും തള്ളിപ്പറയാൻ തയ്യാറായിരുന്നില്ല. അപ്പോഴൊക്കെ തന്നെയും CPM-ന് നേരെ എറിയുകയായിരുന്നു. CPM-ന് നേരെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടായിരുന്നു ഇതിനെ പ്രതിരോധിച്ചിരുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഷാഫി കൃത്യമായി പ്രതിരോധിച്ചിരുന്നതെങ്കിൽ ഇന്ന് നേരെ തിരിച്ചാണെന്ന് ഷാഫിയുടെ പ്രതികരണം. ഷാഫിയുടെ ആ ശരീരഭാഷയും ഷാഫിയുടെ ആ ഓരോ വാചകങ്ങളും സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ പൂർണ്ണമായും ഷാഫി പറമ്പിൽ എന്ന നേതാവ് തൻ്റെ അനുയായിയും വിശ്വസ്തരുമായിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് ഈ അവസരത്തിൽ. അതായത് എല്ലാ നേതാക്കളും ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനം തന്നെയാണെന്ന് ഷാഫി പറയുന്നു. ആ പാർട്ടിയുടെ തീരുമാനത്തിനൊപ്പം താൻ നിൽക്കുന്നു. അതിലേറ്റവും ശ്രദ്ധേയമായ വാചകമെന്ന് പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ തൻ്റെ സുഹൃത്തായ ശേഷമല്ല വന്നത്, ഇവിടെ വന്ന് ഈ സംഘടനാ പ്രവർത്തനത്തിന് ശേഷമാണ് താൻ സുഹൃത്തായതും. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനുമായി ബന്ധപ്പെട്ട ഈ ഒരു ക്രിമിനൽ പശ്ചാത്തലം ഉള്ളതായി തനിക്കറിയില്ല. അത്തരത്തിലുള്ള ബന്ധങ്ങൾക്കൊന്നും താനുമായി യാതൊരു ബന്ധവുമില്ല എന്നുകൂടി അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുകയാണ്. തീർച്ചയായും ഷാഫി കൂടി പരസ്യമായി കൈവിടുന്ന ഒരു സാഹചര്യത്തിൽ ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും, എന്തായിരിക്കും തുടർ നീക്കങ്ങൾ എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. അമ്പിളി. ശരി, ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് കനത്ത തിരിച്ചടി. മുൻകൂർ ജാമ്യവുമില്ല, കോൺഗ്രസ് പാർട്ടി പുറത്താക്കുകയും ചെയ്തു. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അൻഫി ഡിസൂസ. രാഹുലിനെ പുറത്താക്കിയ നടപടിയിൽ പാർട്ടിക്കൊപ്പം വന്ന് ഷാഫി പറമ്പിൽ MP. ക്രിമിനൽ സ്വഭാവമുള്ള നടപടിയെടുക്കേണ്ട രേഖാമൂലമുള്ള ഒരു പരാതിയും ആ സമയത്ത് തനിക്ക് ലഭിച്ചിട്ടില്ല. വ്യക്തിപരമായി ആരിലേക്കും ചൂഴ്ന്നിറങ്ങിയിട്ടില്ല. സംഘടനാ പ്രവർത്തന മികവ് പരിഗണിച്ചു. രാഷ്ട്രീയ പ്രവർത്തനത്തെയാണ് പിന്തുണച്ചത്, വ്യക്തിപരമായ സൗഹൃദമല്ല. രാഷ്ട്രീയത്തിൽ നിന്ന് തുടങ്ങിയ സൗഹൃദമായിരുന്നു. പാർട്ടിക്ക് പരാതി കിട്ടിയപ്പോൾ നിയമപരമായ സമീപനമാണ് പാർട്ടി സ്വീകരിച്ചതെന്നും കോൺഗ്രസ് എടുത്ത നടപടി മറ്റു പാർട്ടികൾ ഇതുവരെ എടുത്തിട്ടില്ലെന്നും ഷാഫി കോഴിക്കോട് പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, ഇങ്ങനെ ഒരു ആക്ഷേപം വന്ന സമയത്ത് തന്നെ ഒരു പരാതിയും വരുന്നതിന് മുമ്പേ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും സ്വീകരിക്കാത്ത തരത്തിലൊരു നിലപാട് കോൺഗ്രസ് പാർട്ടി അക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടി രേഖാമൂലം പാർട്ടിക്ക് ഒരു പരാതിയും ലഭിക്കുന്നതിന് മുമ്പ് തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും അതുപോലെ തന്നെ പാർട്ടിയുടെ അംഗത്വത്തിൽ നിന്നും ശേഷം പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തുന്ന ഒരു സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. അത് ഒരാക്ഷേപം മാത്രം ഉയർന്ന സാഹചര്യത്തിൽ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും കേരളത്തിൽ പ്രത്യേകിച്ച് നിലവിൽ പല ആക്ഷേപങ്ങളും നിൽക്കുന്ന കാലത്തും എടുക്കാത്തൊരു സമീപനം അതിനെ സംബന്ധിച്ച് കോൺഗ്രസ് സ്വീകരിച്ചിരുന്നു. അതിൻ്റെ ശേഷമാണ് രേഖാമൂലം ഒരു പരാതി പോലീസിൻ്റെ നടപടികൾക്കായി സമർപ്പിക്കപ്പെട്ടതും പോലീസ് നടപടികൾ ആരംഭിച്ചതും. അപ്പോൾ കോൺഗ്രസ് എടുത്ത സമീപനം നിയമപരമായി അക്കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന് തടസ്സം നിൽക്കാൻ കോൺഗ്രസ് ഇല്ല, നിയമപരമായ കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ എന്നുള്ള സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. അതിനുശേഷം പാർട്ടിക്ക് ഒരു പരാതി ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പാർട്ടിക്ക് ലഭിച്ച പരാതിയും അതൊരു പാർട്ടി കമ്മിറ്റി അന്വേഷിക്കാനൊന്നും തീരുമാനിച്ചില്ല. DGPക്ക് ആ പരാതി KPCC പ്രസിഡന്റ് തന്നെ ഫോർവേഡ് ചെയ്തു. അതും നിയമപരമായി മുന്നോട്ട് പോട്ടെ എന്നുള്ള നിലപാട് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചു. ഇന്നും ഇന്നലെയൊക്കെയായി കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ കണ്ടപ്പോഴും പാലക്കാട് നിന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോഴും എന്നോട് ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞ മറുപടി അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളത് കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട്. കോൺഗ്രസ് അത് ആലോചിച്ചു. അതിന് നേതൃത്വം KPCC പ്രസിഡന്റ് പാർട്ടി നേതൃത്വമായിട്ട് കൺസൾട്ട് ചെയ്തു. പാർട്ടി നേതൃത്വമായിട്ട് തീരുമാനിച്ചു. ഹൈക്കമാൻഡുമായിട്ട് ആലോചിച്ചു. ആ ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനവും കോൺഗ്രസ് എടുത്തു. രാഹുൽ മാങ്കൂട്ടത്തിലിന് മുൻകൂർ ജാമ്യം കോടതി നിഷേധിച്ചതിന് പിന്നാലെ പ്രതികരണവുമായി പരാതിക്കാരി. സത്യമേവ ജയതേ എന്ന പരാതിക്കാരി വാട്സപ്പ് സ്റ്റാറ്റസായി നൽകി. ലൈംഗിക ആരോപണങ്ങൾ ഉയർന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു ഈ വാചകം ഉപയോഗിച്ച് പോസ്റ്റുകൾ പങ്കുവച്ചിരുന്നത്.
രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയതായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. രാഹുൽ MLA സ്ഥാനം രാജിവെക്കുന്നതാണ് നല്ലത്. വിഷയത്തിൽ കോൺഗ്രസ് ഉടൻ നടപടിയെടുത്തു. AICCയുടെ അനുമതിയോടെയാണ് തീരുമാനം. രാഹുലിന്റെ ചെയ്തികൾ കോൺഗ്രസിന് ചെറിയ രീതിയിൽ ക്ഷീണമുണ്ടാക്കി. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നും സണ്ണി ജോസഫ് പ്രതികരിച്ചു. ആയതുകൊണ്ട് കട്ടപ്പനയായതുകൊണ്ട് ഇവിടെ മാധ്യമ സുഹൃത്തുക്കളുടെ മുമ്പിൽ നേരിട്ട് അറിയിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു AICCയുടെ അനുമതിയോടുകൂടി. നേരത്തെ അതിന് അനുമതി തേടിയിരുന്നു, അനുമതി ലഭിച്ചു. അനുമതിയോടുകൂടി ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കാൻ ഇന്നലെ തന്നെ തീരുമാനിച്ചിരുന്നതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അത് ഇന്ന് പ്രഖ്യാപിച്ചെന്നേയുള്ളൂ. തീരുമാനമെടുക്കാൻ വൈകിയിട്ടില്ല. ആദ്യ പരാതി വന്നപ്പോൾ സസ്പെൻഡ് ചെയ്തു. രണ്ടാമത്തെ പരാതി വന്നപ്പോൾ നേതാക്കൾ ആലോചിച്ച് രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ഐകകണ്ഠേന തീരുമാനിച്ചു. തന്റെ പാർട്ടി എടുത്ത തീരുമാനത്തിൽ അഭിമാനമുണ്ടെന്നും VD സതീശൻ പറഞ്ഞു. ആദ്യം ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ, ആദ്യം പരാതി വരുന്നതിന് മുമ്പ് തന്നെ ഈ വിവരം അറിഞ്ഞപ്പോൾ ഞങ്ങളത് പരിശോധിച്ചു. ഞങ്ങളെല്ലാവരും ചേർന്ന് ഏകകണ്ഠമായൊരു തീരുമാനമെടുത്തു, സസ്പെൻഡ് ചെയ്യാം. അന്ന് ആ തീരുമാനമായിരുന്നു ശരി. രണ്ടാമതൊരു പരാതി കൂടി KPCC പ്രസിഡന്റ് വന്നു. ആ പരാതി വന്നപ്പോഴും ഞങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഞങ്ങൾ അപ്പം തന്നെ പാർട്ടിയുടെ മുഴുവൻ നേതാക്കളും കൂടി ഏകകണ്ഠമായ ഒരു തീരുമാനമെടുത്തു, പുറത്താക്കാൻ തീരുമാനമെടുത്തു. കോടതി വിധി വന്ന് 2 മിനിറ്റിനുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്നും MLA സ്ഥാനത്ത് തുടരാതിരിക്കുന്നതാണ് നല്ലതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഈ നടപടി എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പാഠമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ. വിഷയത്തിൽ താൻ സ്വീകരിച്ച നിലപാട് ശരിയാണെന്ന് തെളിഞ്ഞെന്നും ചെന്നിത്തല വ്യക്തമാക്കി. വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുണ്ടായത്. അന്ന് ഈ സംഭവം ഉണ്ടായപ്പോൾ ഞാൻ ഇന്ത്യക്ക് പുറത്തായിരുന്നു. അന്ന് തന്നെ ഞാൻ ആവശ്യപ്പെട്ടതാണ് അദ്ദേഹത്തെ പുറത്താക്കണമെന്ന്. എൻ്റെ നിലപാട് അന്ന് KPCC പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും ഞാൻ ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ KPCC എന്ത് നടപടി സ്വീകരിച്ചാലും ഹൈക്കമാൻഡ് അംഗീകരിക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഒരു ജനപ്രതിനിധിക്കെതിരെ ആരോപണമുണ്ടായപ്പോൾ മാതൃകാപരമായ നടപടി സ്വീകരിച്ച പാർട്ടിയാണ് കോൺഗ്രസ് എന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ പാർട്ടിയുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ കാര്യം പാർട്ടിയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതും അതോടൊപ്പം തന്നെ പൊതുജനങ്ങളുടെ മനസ്സിൽ പാർട്ടിക്കുള്ള ഇമേജ് നിലനിർത്തുക എന്നുള്ളതുമാണ്. അതിൻ്റെ വശങ്ങളൊക്കെ ആലോചിച്ച് തന്നെയാണ് KPCC ഇപ്പോൾ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. ആ തീരുമാനം AICC അംഗീകരിച്ചിട്ടുണ്ട്. രാഹുൽ വിഷയത്തിൽ കോടതി വിധി സ്വാഗതം ചെയ്യുന്നുവെന്ന് K മുരളീധരൻ. KPCCയുടെ നടപടിയെയും സ്വാഗതം ചെയ്യുന്നു. 2 തീരുമാനങ്ങളും പൊതുസമൂഹത്തിന് സന്തോഷം നൽകുന്നതാണ്. ധാർമ്മികത ഉണ്ടെങ്കിൽ MLA സ്ഥാനം രാജിവെക്കണം. രാഹുൽ എന്ന ചാപ്റ്റർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. രാഹുലിന്റെ ഒരു തിരുത്തലും ഇനി ആവശ്യമില്ലെന്നും രാഹുലിനെ പാർട്ടിക്ക് ആവശ്യമില്ലെന്നും K മുരളീധരൻ വ്യക്തമാക്കി. പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങളുടെ എല്ലാ നടപടികളും പൂർത്തിയായിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങൾ അതിൻ്റേതായിട്ടുള്ള നിയമവശങ്ങൾ സ്പീക്കറാണ് തീരുമാനിക്കുന്നത്. അത് ഉചിതമായിട്ടുള്ള തീരുമാനം സ്പീക്കർക്ക് എടുക്കാം. പക്ഷേ ഈ പറഞ്ഞതുപോലെ ധാർമ്മികതയുണ്ടെങ്കിൽ രാജിവെക്കണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ധാർമ്മികതയുള്ള പ്രവൃത്തിയല്ലല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പാർട്ടിയും ചെയ്യാത്ത ചേർത്തുപിടിക്കലും അംഗീകാരവുമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസ് നൽകിയതെന്ന് മന്ത്രി P രാജീവ്. പരാതികൾ വന്നിട്ടും നടപടിയെടുക്കാതെ പദവികൾ നൽകി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാണ് ജനങ്ങൾ ഒന്നാകെ പറയുന്നതെന്നും P രാജീവ് പ്രതികരിച്ചു. മുകേഷിനെതിരായ കേസും ഇതും തമ്മിൽ താരതമ്യം ചെയ്യേണ്ടതില്ലെന്നും മന്ത്രി പറഞ്ഞു. ഇതെല്ലാം അറിഞ്ഞിട്ട് എല്ലാ സംരക്ഷണവും നൽകുക മാത്രമല്ല, ചേർത്ത് പിടിച്ച് പുതിയ പുതിയ പദവികൾ നൽകി ഈ അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ ഒരു പാർട്ടിയും ചെയ്യാത്ത രൂപത്തിലുള്ള അംഗീകാരവും ചേർത്തുപിടിക്കലുമാണ് കോൺഗ്രസ് നേതൃത്വം ഇതേവരെ ചെയ്തത്. കേരളം ഒന്നടങ്കം രാഹുലിന്റെ രാജി ആവശ്യപ്പെടുന്നുവെന്ന് MV ഗോവിന്ദൻ. രാഹുൽ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും പോലീസ് പിടിക്കും. ഇതുവരെ പിടികൂടാതിരുന്നത് കോൺഗ്രസ് സംരക്ഷിച്ചതിനാലാണെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. പോലീസ് കൃത്യമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് പിടിക്കുക തന്നെ ചെയ്യും. ഇന്നല്ലെങ്കിൽ നാളെ. കോൺഗ്രസ് സംരക്ഷണത്തിലാണ് ഇതേവരെ നിന്നത്.
രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കി കോൺഗ്രസ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണെന്ന് ബി.ജെ.പി. നേതാവ് കെ. സുരേന്ദ്രൻ. പാർട്ടിക്കകത്തുള്ള സമയത്ത് രാജിവെപ്പിക്കണമായിരുന്നുവെന്നും അറസ്റ്റ് വൈകിപ്പിച്ചതിന്റെ ഉത്തരവാദിത്തം പോലീസിനും സർക്കാരിനുമാണെന്നും അദ്ദേഹം പറഞ്ഞു. കൃത്യമായിട്ടും വളരെ ഗുരുതരമായ കുറ്റകൃത്യത്തിലേർപ്പെട്ട മനോനില തെറ്റിയ ഒരു ക്രിമിനലിനെ കോൺഗ്രസ് പാർട്ടി അവസാന നിമിഷം വരെ സംരക്ഷിക്കുന്ന സമീപനമാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുന്നത് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ പരാതികൾ ഉയരുമെന്നും ഇരകളുടെ മാനത്തിന് ഷാഫി പറമ്പിൽ MP ഉത്തരം നൽകണമെന്നും കോൺഗ്രസ് സഹയാത്രിക MA ഷഹനാസ്. പുറത്താക്കിയ KPCC സംസ്കാര സാഹിതിയുടെ കോഴിക്കോട്ടെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ തിരിച്ചെടുത്തതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ഷഹനാസ്. പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും സൈബർ ആക്രമണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഷഹനാസ് കോഴിക്കോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലിനും ഷാഫി പറമ്പിലിനുമെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ച് MA ഷഹനാസ് രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഷഹനാസിനെ KPCC സംസ്കാര സാഹിതിയുടെ കോഴിക്കോട്ടെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് നീക്കം ചെയ്യുന്നതും പിന്നീട് തിരിച്ചെടുക്കുന്നതും. കർഷക സമരത്തിനായി ഡൽഹിയിൽ പോയി തിരികെ വന്ന സമയത്താണ് രാഹുൽ മോശം സന്ദേശം അയച്ചതെന്നും ഈ വിഷയം അന്ന് തന്നെ ഷാഫി പറമ്പിലിനെ അറിയിച്ചിരുന്നുവെന്നുമായിരുന്നു ഷഹനാസിന്റെ പ്രതികരണം. ഇതിനിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ പരാതികൾ ഉയരുന്നതും ഇരകളുടെ മാനത്തിന് ഷാഫി പറമ്പിൽ MP ഉത്തരം നൽകണമെന്നും ആവശ്യപ്പെട്ട് ഷഹനാസ് വീണ്ടും രംഗത്ത് വരുന്നത്. വാട്സാപ്പ് ഗ്രൂപ്പിൽ തിരിച്ചെടുത്തത് പ്രതീക്ഷ നൽകുന്ന നടപടിയാണ്. സ്ത്രീകൾക്ക് സംസാരിക്കാനുള്ള ഇടം കോൺഗ്രസിൽ ഉണ്ടെന്ന് കരുതുന്നുണ്ട്. ഷാഫി പറമ്പിൽ MPക്ക് എല്ലാം അറിയാമെന്ന് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ഷഹനാസ് കോഴിക്കോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം പരാതി വന്നത് ഒരു 23 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ പരാതിയാണ്. ആ പരാതി എന്ന് പറയുന്നത് അതിന് പിന്നിൽ ഇനിയും ഒരുപാട് പെൺകുട്ടികൾ വരാനുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. 23 വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ ചെറിയ പെൺകുട്ടികളാണ്. അത്തരത്തിലുള്ള പെൺകുട്ടികൾ പോലും ബലാത്സംഗത്തിനൊക്കെ ഇരയായി എന്ന് കേൾക്കുമ്പോൾ ഒരു സ്ത്രീ എന്ന രീതിയിൽ ഞാൻ പ്രതികരിക്കേണ്ടത് ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞിട്ട് അതിനെതിരെ പ്രതികരിക്കാം എന്ന തോന്നലൊന്നും എനിക്കില്ല. എൻ്റെ ഉള്ളിലുള്ള സ്ത്രീ, എൻ്റെ ഉള്ളിലുള്ള അമ്മ ഉറപ്പായിട്ടും അത് പ്രതികരിക്കും. അത് അങ്ങനെ തന്നെയാണ് പ്രതികരിച്ചിട്ടുള്ളത്. ഇതൊക്കെ ഷാഫി പറമ്പിലിന് അറിയാമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു. പോസ്റ്റ് പിൻവലിക്കാൻ കോഴിക്കോട്ടെ ഒരു കോൺഗ്രസ് നേതാവ് ആവശ്യപ്പെട്ടിരുന്നുവെന്നും ഷഹനാസ് വെളിപ്പെടുത്തി. അമൃത ന്യൂസ്, കോഴിക്കോട്. ശബരിമലയിൽ ഇപ്പോൾ ദീപാരാധന നടക്കുകയാണ്. ഇന്ന് തൃക്കാർത്തിക
ശബരിമല സന്നിധാനം ഭക്തിസാന്ദ്രമാണ്. ദീപാരാധനയുടെ സമയമായിരുന്നു. ഒപ്പം തൃക്കാർത്തിക ആയതുകൊണ്ട് തന്നെ സന്നിധാനത്ത് തൃക്കാർത്തിക വിളക്കിന്റെ കാഴ്ചകളുമൊക്കെയാണ് പ്രേക്ഷകർ തത്സമയം കണ്ടത്. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ ബലാത്സംഗ കേസിൽ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കോടതിയിൽ കീഴടങ്ങാൻ സാധ്യത. കാസർഗോഡ് ഹോസ്ദുർ കോടതി പരിസരത്ത് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം. കൂടുതൽ വിവരങ്ങളുമായി അനൂപ് നീലേശ്വരം ചേരുന്നുണ്ട്. അനൂപ്, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ തമിഴ്നാടിന്റെ അതിർത്തി അതുപോലെ തന്നെ കർണാടകയുടെ അതിർത്തികളിലെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട് എന്ന് അന്വേഷണ സംഘം സ്പോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കീഴടങ്ങാൻ സാധ്യത എന്ന് പറയുമ്പോൾ കാസർഗോഡാണ്. എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? അമ്പിളി, ഇപ്പോൾ എടുത്തു പറയേണ്ട കാര്യം വലിയൊരു പോലീസ് സന്നാഹമാണ് ഹോസ്ദുർഗ് കോടതിക്ക് മുൻവശമുള്ളത്. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വലിയൊരു പോലീസ് സംഘത്തെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. വൈകിട്ട് 6 മണിയോട് കൂടിയാണ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തിയത്. നേരത്തെ രാവിലെ മുതൽ തന്നെ 10-11 മണി മുതൽ തന്നെ ഇവിടെ കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാജരാകുമെന്ന അഭ്യൂഹം പരന്നിരുന്നു. പല വിവരങ്ങളും പോലീസിനെ ലഭിച്ചിരുന്നു. രഹസ്യാന്വേഷണ വിഭാഗത്തിനടക്കം ഇതിന്റെ അടിസ്ഥാനത്തിൽ വലിയ പോലീസ് സന്നാഹം രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ വൈകിട്ട് 5 മണിക്ക് ശേഷം കോടതി പിരിയുന്ന ഒരു സമയ കാലയളവിൽ പോലീസുകാരും അതുപോലെ തന്നെ ഇവിടെ തടിച്ചുകൂടിയ മാധ്യമപ്രവർത്തകരും എല്ലാവരും തന്നെ പിരിഞ്ഞു പോയിരുന്നു. പിന്നീട് 6 മണിയോട് കൂടിയാണ് വീണ്ടും സ്പെഷ്യൽ ബ്രാഞ്ചിന് വിവരം ലഭിക്കുന്നത്. രാഹുൽ എന്തായാലും ഇവിടെ എത്തുമെന്ന ആ ഒരു വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നുകിൽ രാഹുൽ കീഴടങ്ങും, അല്ലെങ്കിൽ കീഴടങ്ങും മുമ്പ് രാഹുൽ അറസ്റ്റിലാകും എന്ന രീതിയിലാണ് ഇപ്പോൾ പോലീസിന്റെ ഒരു നില ഇവിടെ നമുക്ക് കോടതി പരിസരത്ത് കാണാൻ കഴിയുന്നത്. നമുക്കത് ഹോസ്ദുർഗ് കോടതിയുടെ മുൻവശത്ത് നിന്ന് ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. എന്തായാലും രാഹുൽ ഇന്ന് തന്നെ രാഹുലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്ന കാര്യം ഉറപ്പാണ്. വലിയൊരു രീതിയിലുള്ള പോലീസ് സന്നാഹമാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ. കോടതിയുടെ എല്ലാ ഭാഗങ്ങളും പോലീസ് അംഗങ്ങൾ പല ഭാഗങ്ങളിലായി പോലീസ് നിൽക്കുന്നുണ്ട്. ഏത് വശത്തു കൂടി വേണമെങ്കിലും പ്രധാന കവാടം അതുപോലെ തന്നെ അതിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഗേറ്റ് ഇവിടങ്ങളിലെല്ലാം തന്നെ രാഹുൽ കടന്നു വരുന്ന വഴിയെല്ലാം ബ്ലോക്ക് ചെയ്യും വിധത്തിൽ ഹോസ്ദുർഗ് പോലീസ് നിലയുറപ്പിച്ചിട്ടുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വൈകാതെ തന്നെ ഒന്നുകിൽ കോടതിയിൽ കീഴടങ്ങും, ഇല്ലെങ്കിൽ അറസ്റ്റിലായ ശേഷം കോടതിയിലേക്ക് ഇയാൾ എത്തും. MLA രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എത്തുമെന്ന രീതിയിലാണ് ഇപ്പോഴത്തെ സ്ഥിതിയുള്ളത്. അമ്പിളി, അനൂപ്, ഈ മുൻകൂർ ജാമ്യം ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ അരമണിക്കൂറിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിന്റെ രണ്ട് ഫോണും ഓണായിരുന്നു. ഇപ്പോൾ ഈ അന്വേഷണ സംഘം അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഊർജിതമാക്കിയിരുന്നു തെരച്ചിൽ. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം കാസർഗോഡാണ് എന്നുള്ളതിലൊരു സ്ഥിരീകരണം വന്നിട്ടുണ്ടോ? ആ സാഹചര്യത്തിൽ തന്നെയാണോ ഈ കോടതിയിൽ കീഴടങ്ങാനുള്ള സാധ്യതയെല്ലാം കണക്കിലെടുത്ത് ഈ കാസർഗോഡ് ഹോസ്ദുർഗ് കോടതി പരിസരത്ത് അടക്കം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അടക്കം വൻ പോലീസ് സന്നാഹം ഒരുക്കിയിട്ടുള്ളത്? രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ ജില്ലയിലേക്ക് പ്രവേശിച്ച് കർണാടകയിലെ സുള്ളിയിൽ നിന്ന് പ്രവേശിച്ച് ഹോസ്ദുർഗ് കോടതിയിൽ എത്തുമെന്ന നിഗമനത്തിലായിരുന്നു രാവിലെ മുതലുള്ള റിപ്പോർട്ടുകൾ. ഇതിന്റെ അടിസ്ഥാനത്തിൽ രാജപുരം, കർണാടക ബോർഡർ കഴിഞ്ഞ് വരുന്ന പ്രദേശങ്ങൾ, രാജപുരം പോലുള്ള പ്രദേശങ്ങൾ, മലയോരത്തെല്ലാം ശക്തമായ പോലീസ് പരിശോധനകൾ കാറുകളിൽ അടക്കമുണ്ടായിരുന്നു രാഹുലിനെ കണ്ടെത്തുന്നതിന് വേണ്ടി. എന്നാൽ ഇപ്പോഴും അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു വിവരം വരുമോ എന്ന കാര്യം. എന്നാൽ അതേസമയം നമുക്ക് ലഭിക്കുന്ന സൂചനകൾ പോലീസ് ഈ ഒരു സമയത്ത്, സന്ധ്യാസമയത്ത് 6 മണി കഴിഞ്ഞ് വലിയൊരു സംഘം പോലീസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് ഇവിടെ നിലയുറപ്പിക്കുമ്പോൾ രാവിലെ പറഞ്ഞത് ശരിവെക്കും വിധത്തിൽ രാഹുൽ ഇവിടെ ഈ കോടതി പരിസരത്തേക്ക് എത്തും. രാഹുൽ ഒന്നുകിൽ കീഴടങ്ങാൻ ശ്രമിച്ചവർ രാഹുൽ അറസ്റ്റിലാകാം, അതല്ലെങ്കിൽ പോലീസ് വലയം വേദിച്ചുകൊണ്ട് ഇയാൾ അകത്ത് കടക്കും. ഇത് വരുന്ന സമയങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. എന്തായാലും വലിയൊരു സംഘമാണ് ഇവിടെ നിലയുറപ്പിച്ചിട്ടുള്ളത്. എന്തായാലും രാഹുൽ കാസർഗോഡ് ജില്ലയിലേക്ക് കടന്നു എന്ന് ഉറപ്പാക്കും വിധത്തിലുള്ള ഒരു പോലീസ് സന്നാഹമാണ് ഇവിടെ ഉള്ളത്. രാവിലെ 10:30 മണി മുതൽ തന്നെ ഇവിടെ ധാരാളം പോലീസുകാരും അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകർ എല്ലാവരും തന്നെ ഇവിടെ രാഹുൽ വരുമെന്ന ഒരു അറിയിപ്പ്, ആ ഒരു വാർത്ത അഭ്യൂഹം പരന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വലിയൊരു സംഘം ഹോസ്ദുർഗ് കോടതി പരിസരത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. കംപ്ലീറ്റ് ബലാത്സംഗ കേസിൽ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കോടതിയിൽ കീഴടങ്ങാൻ സാധ്യത. കാസർഗോഡ് ഹോസ്ദുർഗ് കോടതി പരിസരത്ത് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹമെല്ലാം ഒരുക്കിയിട്ടുണ്ട്. രാഹുൽ കീഴടങ്ങുമോ, അന്വേഷണ സംഘം രാഹുലിനെ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ളതൊക്കെയാണ് രാഷ്ട്രീയ കേരളം ഇന്ന് ഉറ്റുനോക്കുന്നത്. എന്തായാലും കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ 8 ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒളിവിലാണ്. ഇതുവരെ അന്വേഷണ സംഘത്തിന് രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇന്നാണ് മുൻകൂർ ജാമ്യം തള്ളിയത്. ഈ സാഹചര്യത്തിലാണ് കീഴടങ്ങാനുള്ള ഒരു തരത്തിലേക്ക് MLAയുടെ നീക്കം. ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയും അതുപോലെ തന്നെ അന്വേഷണ സംഘത്തിന്റെയും നീക്കമൊക്കെ ഇനിയേറെ പ്രധാനമാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അനൂപ് നീലേശ്വരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 8ാം പ്രതി A. പത്മകുമാറിനെ ദ്വാരപാലക ശില്പപാളി കടത്തിയ കേസിലും പ്രതിയാക്കി അന്വേഷണ സംഘം. കൊല്ലം വിജിലൻസ് കോടതിയിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. അതേസമയം പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി 14 ദിവസം കൂടി നീട്ടി. ജാമ്യാപേക്ഷ ഡിസംബർ 8-നാണ് പരിഗണിക്കുന്നത്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. കേസിലെ 6ാം പ്രതിയാണ് S. ശ്രീകുമാർ. സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണികൾക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക്
കോടതിക്ക് കൈമാറാൻ 2019 ഉത്തരവിറക്കിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മഹസറിൽ ഒപ്പുവെച്ചയാളാണ് ശ്രീകുമാറിന്റെ ചോദ്യം ചെയ്യൽ കേസ് അന്വേഷണത്തിൽ നിർണായകമായെന്നും ജാമ്യം നൽകുന്നത് കേസ് അന്വേഷണത്തെ ബാധിക്കുമെന്നുള്ള അന്വേഷണ സംഘത്തിന്റെ വാദം പരിഗണിച്ചാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. SIR-നായി കൂടുതൽ ജീവനക്കാരെ നിയോഗിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് SIR നടക്കുന്ന സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയത്. ജീവനക്കാരുടെ അവധി പരിശോധിച്ച് നടപടി സ്വീകരിക്കാനും പകരം സംവിധാനം ഏർപ്പെടുത്താനും നിർദ്ദേശമുണ്ട്. സംസ്ഥാന സർക്കാരിനും കൂടി SIR നടപടികൾ പൂർത്തിയാക്കാൻ ഉത്തരവാദിത്തമുണ്ടെന്നും കോടതി പറഞ്ഞു. തമിഴ്നാട്ടിൽ നടക്കുന്ന SIR നടപടികൾക്കെതിരെ വിജയിയുടെ പാർട്ടിയായ TVK ആണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. ഹർജി പരിഗണിച്ച ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ ബാങ്ചി എന്നിവരടങ്ങിയ ബെഞ്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ആശ്വാസകരമാകുന്ന ഉത്തരവ് നൽകിയത്. SIR നടക്കുന്ന മുഴുവൻ സംസ്ഥാനങ്ങളും ആവശ്യത്തിന് ഉദ്യോഗസ്ഥരെ ഉറപ്പാക്കണമെന്നുള്ളതാണ് നിർദ്ദേശം. നിലവിലെ ഉദ്യോഗസ്ഥരുടെ ജോലിഭാരം കുറയ്ക്കാൻ കൂടുതൽ ഉദ്യോഗസ്ഥരെ നൽകാൻ സംസ്ഥാന സർക്കാരുകൾക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകി. SIR ജോലി സമയം കുറയ്ക്കാൻ കൂടി വേണ്ടിയാണ് കൂടുതൽ ജീവനക്കാരെ നിയോഗിക്കണമെന്ന നിർദ്ദേശം സുപ്രീം കോടതി മുന്നോട്ട് വച്ചിട്ടുള്ളത്. TVKയ്ക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ഗോപാൽ ശങ്കരനാരായണൻ ജീവനക്കാർക്ക് അവധി പോലും എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്നും വിവാഹത്തിന് അവധി ചോദിച്ച ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുകയാണ് ഉണ്ടായതെന്നും ചൂണ്ടിക്കാട്ടി. രാവിലെ ജോലിക്ക് വരുന്ന അധ്യാപകർ അതിനുശേഷം വീണ്ടും SIR നടപടികൾക്ക് പോകേണ്ടി വരുന്നത് ജോലിഭാരം വർദ്ധിപ്പിക്കുന്നുവെന്നും വ്യക്തമാക്കി. ഇതോടെയാണ് അവധി അപേക്ഷകൾ പരിഗണിച്ച് ഉചിതമായ തീരുമാനമെടുക്കാനും SIR നടപടികൾ തടസ്സപ്പെടാത്ത രീതിയിൽ പകരം സംവിധാനം ഉറപ്പാക്കാനും നിർദ്ദേശം നൽകിയത്. ഇത്തരം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് ഒളിച്ചോടാനാകില്ലെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു. നടപടിക്രമങ്ങൾ നീണ്ടുപോകട്ടെ എന്നും എന്തിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത്ര തിരക്കെന്നും TVK അഭിഭാഷകൻ പറഞ്ഞു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. രാജ്യത്താകെ വിമാനങ്ങളുടെ സർവീസ് തടസ്സപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിനൊരുങ്ങി ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ വിമാന സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കിയ സംഭവത്തിലാണ് അന്വേഷണം നടക്കുക. ഇൻഡിഗോ മാത്രം 150-ലധികം സർവീസുകളാണ് രാജ്യത്താകെ റദ്ദാക്കിയത്. ഡൽഹിയിൽ നിന്ന് മാത്രം 38 സർവീസുകൾ റദ്ദാക്കിയിരുന്നു. നവംബർ മാസത്തിൽ വിമാന കമ്പനികൾ രാജ്യത്താകെ 1200-ലധികം സർവീസുകൾ റദ്ദാക്കിയതായാണ് വിലയിരുത്തപ്പെടുന്നത്. ജീവനക്കാരുടെ കുറവും സാങ്കേതിക പ്രശ്നങ്ങളുമാണ് വിമാനം റദ്ദാക്കാൻ കാരണമെന്നാണ് പ്രാഥമിക വിശദീകരണം.